പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും മരുന്നുകൾ നിനക്ക് പുതിയതായിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, മരുന്നൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, മരുന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫയലിൽ അത് രേഖപ്പെടുത്തല്ലോ. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ രേഖപ്പെടുത്തും. സാറ് നോക്കി അതിലെന്തെങ്കിലും പുതിയ മരുന്ന് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടോ? എനിക്ക് മരുന്നൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം ആ ഫയൽ തുറന്ന് നോക്കി. ഒരു പുഞ്ചിരിയോടുകൂടെ ഫയൽ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ പുഞ്ചിരി, അബ്ദുൽ അസീസ് എന്ന പേരുണ്ടായിരുന്ന ഈ ഇളവൻ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മുൻപ് എൻ്റെ രക്തത്തിൻ്റെ അളവ് 6.6 ആണ്, 6.6. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പുഞ്ചിരി ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം എൻ്റെ രക്തമെടുത്ത് പരിശോധിച്ചപ്പോൾ 6.6 ആയിരുന്ന ഹീമോഗ്ലോബിൻ ഒരു മരുന്നും ചെയ്യാതെ, അല്പം ആഹാരമോ വെള്ളമോ ഞാൻ സ്വീകരിക്കാതെ അത് 9.8 ആയി ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 37-ാമത്തെ വാക്യം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിരീശ്വരത്വത്തിൻ്റെ അടച്ചിട്ട വാതിലുകൾ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ ജീവൻ സമൃദ്ധമായി നൽകുന്ന യേശു കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അന്ന് വൈദ്യശാസ്ത്രം അനുവദിച്ചത് 72 മണിക്കൂറാണ്. ഇന്ന് ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഏകദേശം 24 വർഷങ്ങൾ കടന്നുപോയി. ദൈവം അനുവദിച്ച് ജനുവരി മാസം 1-ാം തീയതി എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ 25 വർഷങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വീകരിച്ച് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വഴികളിലൂടെ കടന്നു പോകുന്ന ഒരാളായി ഞാൻ മാറ്റപ്പെട്ടു. ക്രിസ്തു ജീവൻ നൽകുന്നവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. വളരെ അപരിചിതമായിട്ട് നമ്മളൊരാളെ പരിചയപ്പെടുന്നു. അയാൾ എനിക്ക് സമ്മാനിക്കുന്നത് എൻ്റെ ജീവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയണം എന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. യേശു ആരാണ്? അല്ലെങ്കിൽ യേശു എന്തിനാണ് ഇസ്ലാം മതത്തിൽ ജനിച്ച അബ്ദുൽ അസീസിനെ തേടി വന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഒരു നിരീശ്വരവാദിയായ ഒരാളെ എന്തിനാണ് യേശു അന്വേഷിച്ചത്? ഇത്തരം ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിൽ വന്നിരുന്നു. അങ്ങനെയാണ് യേശുവിനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് മേഴ്സി എന്നു പേരുള്ള ഒരു സഹോദരി എനിക്കൊരു വിശുദ്ധ ബൈബിൾ ഔചാരിതമായിട്ട് സമ്മാനിച്ചു. ഒരുപക്ഷെ എൻ്റെ മനസ്സ് കണ്ട ദൈവം കൊടുത്തയച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, യേശു ആരാണ്? അവരെന്നോട് പറഞ്ഞു, നീ വിശുദ്ധ ബൈബിളിലൂടെ അന്വേഷിക്കൂ, പ്രാർത്ഥനയോടെ അന്വേഷിക്കൂ, കർത്താവെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരും. ഞാനങ്ങനെ അവരെ മുമ്പിൽ വെച്ച് ആ വിശുദ്ധ ബൈബിളെന്ന് തുറന്നു. എനിക്ക് ലഭിച്ചത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വാക്യമാണ്. അതിൽ പറയുന്നുണ്ട്, ഇതാ ലോകത്തിലെ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിലെ സകല ജനങ്ങൾക്കും, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ലോകത്തിലെ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്, സന്തോഷം തരാനുള്ള സദ്വാർത്തയാണ് യേശു ക്രിസ്തു എന്ന കാര്യം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്കത് വലിയൊരു സന്തോഷമായി. പിന്നീട് തുടർന്ന് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. ഞാൻ വായിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ്. ശരിക്കും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുമായിരുന്നു. ചുരുക്കത്തിൽ വിശുദ്ധ ബൈബിളിൽ നിന്ന് ക്രിസ്ത്യൻ കെമിസ്ട്രി എന്ന് പറയുന്നൊരു വിഷയം കണ്ടെത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ക്രൈസ്തവ രസതന്ത്രം, രസിക്കാനുള്ളൊരു തന്ത്രമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സത്യം എനിക്ക് മനസ്സിലായി. ഞാൻ തിരുവചനങ്ങളിലൂടെ ആ സന്തോഷത്തിലേക്ക് കടന്നുപോയി. അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഞാൻ തയ്യാറാക്കി. തൃശ്ശൂർ അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാനിതൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. ആ സമയത്താണ് ഞാൻ അഭിയന്യനായ റാഫേൽ തട്ടിൽ പിതാവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ വീട്ടിൽ, അദ്ദേഹം അങ്ങനെ പറയാം, ബിഷപ്പിൻ്റെ വീട്ടിൽ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചു. എൻ്റെ അരികിലിരുന്ന് അദ്ദേഹം എൻ്റെ സുവിശേഷങ്ങളൊക്കെ കേട്ടു, അബ്ദുൽ അസീസിൻ്റെ സുവിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ ക്രിസ്ത്യൻ കെമിസ്ട്രിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ചുരുക്കത്തിൽ ഞങ്ങൾ തമ്മിലുള്ളൊരു ഹൃദ്യമായ ചർച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ രസതന്ത്രമാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. അപ്പവും വീഞ്ഞും കൂടിച്ചേരുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരമായിട്ട് മാറുന്നു. ഞാൻ പഠിച്ച രസതന്ത്രം ഞാൻ ഓർത്തു. ഹൈഡ്രജനും ഓക്സിജനും കണ്ണുകൊണ്ട് കാണാത്ത സാധനങ്ങളല്ലേ, പക്ഷെ ഇത് രണ്ടും കൂടി ചേർന്നാലോ കണ്ണുകൊണ്ട് കാണുന്ന വെള്ളം നമുക്ക് അനുഭവമാകുന്നു. ഹെബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം, പ്രത്യാശിക്കുന്നത് ലഭിക്കും, കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം. അത് തന്നെ ഒരു രസതന്ത്രമല്ലേ.
അപ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ മനസ്സിലേക്ക് വലിയൊരു പ്രത്യാശ നൽകി. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായി. ചുരുക്കത്തിൽ അങ്ങനെ 1998 ഏപ്രിൽ മാസം 11-ാം തീയതി തൃശ്ശൂർ അതിരൂപതയിലെ വിമലനാഥ ദേവാലയത്തിൽ വെച്ച്, പറവട്ടാനിയിലെ വിമലനാഥ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാന അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ദിവ്യകാരുണ്യ ഈശോ എളിയവനായ എന്നെയും അങ്ങനെ തിരുസഭയിൽ അംഗമാക്കി മാറ്റി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിച്ച ഒരു ദിവസമായിരുന്നു അത്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് വീട്ടിലൊക്കെ നല്ല ആഘോഷം നടത്തും. പടക്കം പൊട്ടിക്കാറുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ എനിക്ക് പടക്കം പൊട്ടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ പടക്കം പൊട്ടിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കരണത്ത് വീണ അടികളായിരുന്നു. ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് അടി കിട്ടി പുറത്തായ ഒരാളാണ് ഞാൻ. പക്ഷെ ആ വീടിൻ്റെ പടിപ്പുരയിൽ കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പോൾ യേശു വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കരയാനല്ല കണ്ണീരൊപ്പാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. അതെൻ്റെ ഒരു ദൈവവിളിയുടെ ഒരു ഇൻഫർമേഷനായിരുന്നു. ചുരുക്കത്തിൽ ഞാനങ്ങനെ ഒറ്റപ്പെടുന്നവരും രോഗികളുമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നട്ടല് പൊട്ടിയ ആളുകൾ, കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാർ, അവരോടൊക്കെ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. യേശു ക്രിസ്തുവിൻ്റെ കാലുകഴുകൽ ശുശ്രൂഷ കൂടുതൽ ധ്യാനിച്ച് ഞാൻ പഠിച്ച മർമ്മയോഗയെ ഞാൻ സ്നേഹയോഗയാക്കി മാറ്റി. അവർക്ക് വേണ്ടി മനസ്സിനെ മരുന്നാക്കുക എന്ന് പറഞ്ഞൊരു പഠനം ചെയ്തു. പിന്നെ വിദ്യാർത്ഥികൾക്കിടയിലും ഞാൻ നയിക്കപ്പെട്ടു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ വേണ്ടി ലെസ് ലഗേജ് ഫോർ മോർ കംഫർട്ട് എന്ന് പറഞ്ഞൊരു വിഷയം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പഠന ലഘൂകരണത്തിൻ്റെ ഭാഗമായി ബ്രെയിൻ എക്സസൈസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ സ്നേഹയോഗയിലൂടെ ദൈവകൃപയാൽ കണ്ടെത്താനായിട്ടുള്ള അവസരം ദൈവം എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഞാനിന്നിപ്പോൾ ഒരു ആശുപത്രിയിൽ കൂടി പ്രവർത്തിക്കുന്ന ആളായിട്ട് മാറുന്നത്. കേരളത്തിലെ മിക്കവാറും വിദ്യാലയങ്ങളിലും അധ്യാപകർക്കിടയിലും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കിടയിലും മയക്കുമരുന്നിന് വിധേയരാകുന്ന കുട്ടികൾക്കിടയിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. കേരള പോലീസിന് വേണ്ടി യോദ്ധാവ് എന്ന് പറഞ്ഞൊരു കവിത ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഈ അടുത്ത കാലത്ത് കാട്ടൂരിൽ തൃശ്ശൂരിൻ്റെ പോലീസ് SP ശ്രീമതി ഡോങ്ക്രെ കടന്നു വന്നപ്പോൾ ആ കവിത അവതരിപ്പിച്ചത് ഞാനായിരുന്നു. അങ്ങനെ നിരവധി മേഖലകളിലൂടെ ദൈവം എന്നെ കൈപ്പിടിച്ചു കൊണ്ടുപോയി. അതിനോടൊപ്പം തന്നെ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റെ കൂട്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ അവർ കൂടുതൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളും വേദനിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർക്കിടയിലാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ജാതിയോ മതമോ ഒന്നും നോക്കാതെ വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ്. ഹൃദയം നുറങ്ങിയവർക്കല്ലേ കർത്താവ് സമീപസ്ഥനാവുന്നത്. എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ജീവിതം വലിയൊരു അനുഗ്രഹമാണ്. അത് വലിയൊരു ബോധ്യമാണ് എനിക്ക്. ക്യാൻസർ വന്നത് നന്നായി കൂട്ടുകാരെ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ക്യാൻസർ വന്നില്ലായിരുന്നെങ്കിൽ അബ്ദുൽ അസീസ് നിയന്ത്രണമില്ലാത്തൊരു വണ്ടി പോലെ എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ച് തകർന്നാണ്. കാരണം ക്യാൻസർ വന്നതുകൊണ്ടാണ് മനസ്സ് നുറുങ്ങിയത്. മനസ്സ് നുറുക്കിയപ്പോഴാണ് എനിക്ക് യേശുവിനെ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അതിനുശേഷം 3 പഠനങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്തു. മനസ്സിനെ മരുന്നാക്കുക, ലെസ് ലഗേജ് മോർ കംഫർട്ട്, സ്നേഹയോഗ. ഈ പഠനങ്ങൾക്കെല്ലാം പൊതുസമൂഹത്തിൽ നിന്ന് ധാരാളം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്, വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന്. ആദ്യത്തെ പുരസ്കാരത്തിൻ്റെ പേര് തന്നെ മനുഷ്യസ്നേഹി പുരസ്കാരം എന്നാണ്. മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ സുനിൽകുമാർ MLA, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യം ആ പുരസ്കാരം സ്വീകരിക്കുന്നത്. മുൻ കൃഷി വകുപ്പ് മന്ത്രിയായ സുനിൽകുമാറിൽ നിന്നാണ് ആദ്യത്തെ മനുഷ്യസ്നേഹി പുരസ്കാരം ഞാൻ സ്വീകരിക്കുന്നത്. ആ സമയത്ത് സുനിൽകുമാർ കേരള ഓർമ്മയിൽ എൻ്റെ മുതിർന്നതായിട്ട് പഠിച്ച ആളാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഈശോ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ഒരു കാര്യം ചിന്തിക്കുക, ഈശോ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. 16ഓളം മ്യൂസിക്കൽ ആൽബങ്ങളുടെ രചനയും സംഗീതവും നിർവഹിക്കാൻ സാധിച്ചു. ജീവിത അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട 2 പുസ്തകങ്ങൾ എഴുതി. ഗുരുവിൻ്റെ മൗനം, ദൈവത്തിൻ്റെ ദുഃഖം എന്നാണ് ആ പുസ്തകങ്ങളുടെ പേര്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ചെയ്തു. അതിനേക്കാൾ ഉപരിയായി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എനിക്ക് രൂപപ്പെടുത്താൻ സാധിച്ചു. എനിക്ക് 5 മക്കളുണ്ട്. ക്യാൻസർ വരുന്നതിന് മുമ്പാണ് ഒരു മകളുള്ളത്.
അതിനുശേഷം ദൈവം എനിക്ക് 4 മക്കളെ കൂടി തന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കീമോതെറാപ്പി എന്ന് പറഞ്ഞ മരുന്ന് ശരീരത്തിൽ കയറി ഇറങ്ങി മരണം കാത്ത് കിടന്ന ഒരു മനുഷ്യന് ഈശോ 4 മക്കളെ കൂടി രോഗത്തിന് ശേഷം തന്നു. ഇന്ന് എൻ്റെ ആശുപത്രിയിലെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ വരുമ്പോൾ എൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ നമ്പൂതിരി സാറ് അദ്ദേഹം എന്നോട് പറയും, അസീസി താനാണ് ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത്. എന്നിട്ട് അദ്ദേഹം ചിരിച്ചിട്ട് പറയും, ക്യാൻസർ വന്നതിന് ശേഷം 4 മക്കൾ വന്നിട്ടുള്ള ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി. സിമി അസീസി എന്നാണ് പേര്. മരിയ സിമി അസീസി എന്നാണ് കേട്ടോ മുഴുവൻ പേര്. മാതാവിൻ്റെ പേര് കൂടിയുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളൂ. സിമി എൻ്റെ ജീവിതത്തിലെ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല. കാരണം അത് ഏറ്റവും വലിയ സത്യമാണ്. എൻ്റെ പേര് മരിയ സിമി. ഒളരിയിലാണ് എൻ്റെ വീട്. ഞാൻ മുന്നേ ടീച്ചറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ മുഴുവൻ സമയം രോഗികൾക്കിടയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അസിയാട്ടിൻ്റെ ലൈഫിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് അസിയാട്ടിനോട് ഒത്തു പ്രവർത്തിക്കണമെന്ന് തോന്നി. അസുഖം കാര്യങ്ങളൊക്കെ എല്ലാം അറിയായിരുന്നു. ക്യാൻസർ വന്നിട്ട് അധികം നാളൊന്നും ആയിരുന്നില്ല. എത്ര നാൾ ജീവിക്കുന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കർത്താവിനെ മുൻനിർത്തി ഇറങ്ങി രോഗികൾക്കിടയിലുള്ള ശുശ്രൂഷകളും അല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് അന്ന് ചെയ്തിരുന്നു. ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോഴാണ് അസേറിനെ കുറിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കും ആളുടെ കൂടെ എല്ലാം പങ്കുചേരണമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലൊക്കെ ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കർത്താവ് എന്നോട് ഇങ്ങനെ പറയണ പോലെ തോന്നി, ഇനി വേറെ ആളെയാണ് നീ ജീവിത പങ്കാളിയായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കും അസുഖം കാര്യങ്ങളും വന്നുവിടാന്നില്ലല്ലോ. ഞാനപ്പോൾ എന്തു വന്നാലും കർത്താവ് നോക്കുന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ അസിയാട്ടിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ഒരുമിച്ച് രോഗികൾക്കിടയിലുള്ള ശുശ്രൂഷ ചെയ്യാനും പിന്നെ വിഷമിക്കുന്നവരുടെ ഇടയിലും ഒക്കെ അവർക്ക് എന്തെങ്കിലും സാന്ത്വനം കൊടുക്കാൻ പറ്റി, അതൊക്കെ ഒരു വലിയൊരു കാര്യമല്ലേ. കല്യാണം 2004 ഒരുമിച്ച് ജീവിതം തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് ഞാൻ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലല്ല, ഒപ്പം നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് സിമി. മാത്രമല്ല, മാരകമായ രോഗബാധിതരെ കാണാൻ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, കുടുംബശ്രീ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, സുവിശേഷ ശുശ്രൂഷയാണെങ്കിലും ശരി, അതിലൊക്കെ പോകുമ്പോൾ സിമി എൻ്റെ കൂടെ ഉണ്ടാവും. സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് സ്നേഹയോഗയുടെ പരിശീലനം കൊടുക്കുന്നത് സിമിയാണ്. അവരുടെ കാലൊക്കെ വേദനിക്കുമ്പോൾ ആ കാലിലെ വെയിനുകളൊക്കെ കറക്റ്റ് ചെയ്ത് സിമി അത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ ദേവാലയത്തിൽ കൈകോർത്ത് പിടിച്ചപ്പോൾ അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് ദമ്പതികളായിട്ടുള്ള ആൾക്കാരോടൊരു കാര്യം പറയാനുണ്ട്. ചില സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും ദുഃഖം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു കാര്യം ചെയ്യാറുള്ളൂ. എന്താ ചെയ്യാറ് സിമി? നമ്മളിങ്ങനെ ശരിക്കും കോർത്ത് പിടിക്കും. ബൈബിളിലത്തെ വചനം മത്തായി 18:19. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങളിൽ 2 പേർ യോജിപ്പോടെ ചോദിക്കുന്നതെന്തും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഈ വചനം ഞങ്ങൾ ഒരുമിച്ച് ആലോചിക്കും. ഞങ്ങളെ ദേവാലയത്തിൽ വെച്ച് കൈകോർത്ത് പിടിച്ച യേശുവിൻ്റെ സ്നേഹം ഓർത്ത് ഞങ്ങൾ നന്ദി പറയും. അങ്ങനെ കുറച്ചേരം ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കും. ജീവിതത്തിൽ മാറിപ്പോവില്ല എന്ന് വിചാരിച്ച എത്രയോ പ്രതിസന്ധികൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. യേശുവിനോട് ചേർന്നിരുന്നാൽ ഞങ്ങൾ 2 പേര് കൈകോർത്ത് പിടിക്കുന്നുള്ളൂ, പക്ഷെ അവിടെ ഒരു 3ാമതൊരു കൈ കൂടി വരുന്നുണ്ട്, ഈശോയുടെ കൈ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കരുതലും കരുത്തുമാണ് ആ കരം. ഇന്ന് ഞങ്ങളുടെ ജീവിതം ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവമഹത്വമാണ്. ഞങ്ങൾ ഒരുമിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണെന്ന് നിസ്സംശയം ഞങ്ങൾക്ക് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ മഹത്വമാണല്ല, യേശു കർത്താവിൻ്റെ മഹത്വമാണ്. അതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത്. എനിക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റാൻ സാധിക്കും. യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ, അവനോട് ചേർന്നിരിക്കുമ്പോൾ അവിടെ നമ്മുടെ സന്തോഷം ആരംഭിക്കായി. ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും സ്നേഹപൂർവ്വം
ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വി വിറ്റ്നസ് ക്രൈസ്റ്റ്.